ഗൈസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഗസ്റ്റ് ഉണ്ട്. ആളൊരു ഡാൻസറാണ്, ചിത്രകാരിയാണ്, കഥാകാരിയാണ്, പാട്ടുകാരിയാണ്. അതെ ഞാനാണ്. വെൽക്കം അനാർക്കലി വരയ്ക്കാൻ. ഇതൊരു നുണ പരിശോധന യന്ത്രമാണ്. ഈ യന്ത്രം ചേച്ചിയുടെ കയ്യിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ എങ്ങനെയും കള്ളം പറഞ്ഞാൽ എങ്ങനെയും കാണിക്കില്ല. മോനെ പോകാം. അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. ചേച്ചി ഞങ്ങൾ നോക്കിയപ്പോൾ ഈ മന്ദാകിനി സിനിമ മൊത്തവും രാത്രി, കൂടുതൽ പോർഷൻസ് രാത്രിയിലാണല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ 2018 സിനിമ ഫുൾ വെള്ളത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് അതൊരു ഇൻഡസ്ട്രി ഹിറ്റായി. അതുപോലെ മന്ദാകിനി ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്ന് ചേച്ചിക്ക് പ്രതീക്ഷയുണ്ടോ? ഈ ചേച്ചിയുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. താങ്ക് യു. മോനെ സോറി. അവന്റെ കയ്യിൽ അത് ഇതുണ്ടായിരുന്നെങ്കിൽ ഈ പൈസക്കാരി ആയി കഴിഞ്ഞാൽ നല്ല നല്ല പടം പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടും ഭാവിയിൽ. പിന്നെ ഉറപ്പായിട്ടും. ഞാൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയുടെ സിനിമയുടെ കൂടെ ഇറങ്ങുന്ന ഒരു സിനിമ പൊട്ടുമ്പോൾ ചേച്ചിക്ക് സന്തോഷം തോന്നാറുണ്ടോ? ചിരിക്കുകയാണോ കരയുകയാണോ? ഇല്ല. അല്ലേ? ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരു സാധനം പക്ഷേ യൂട്യൂബിൽ നിന്ന് പോകണില്ല. അപ്പോൾ നീ മുടിഞ്ഞു വിടാൻ നാറി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ചേച്ചി പറഞ്ഞായിരുന്നു. പറഞ്ഞു ഞാൻ. ചേച്ചി പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ വഴിയില്ലോ. അപ്പോൾ ചേച്ചിക്ക് അതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ ക്രിഞ്ചായിട്ട് തോന്നാറുണ്ട്. ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യം. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ വാക്കുകളൊക്കെ മുന്നേ ഉപയോഗിക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാറുണ്ടോ? പണ്ടൊന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ വായത്തോന്നിയൊക്കെ വിളിച്ച് എന്റെ പോയി പറയായിരുന്നു. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇടയ്ക്ക് മൂക്കെ കുത്തിയത്. അപ്പം പീപ്പിൾ ടെല്ലിങ് അനാർക്കലി ഇസ് ലെസ്ബിയൻ, അങ്ങനത്തെ റൂമേഴ്സ് ഒക്കെ പോവാ. അപ്പം നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ കോലം കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയാ. നീചനാണ്. പാവോടാവൻ. നമ്മുടെ നാട്ടിലൊന്നും ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം ആളൊക്കെ അന്ന് ലെസ്ബിയൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. ആറാട്ടണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. അല്ല എനിക്ക് അങ്ങനെ പുള്ളിയിൽ റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ബാക്കി എന്തോന്ന് കഴിഞ്ഞു കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.